വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും GnRH ഹോർമോണിൻ്റെയും LH ഹോർമോണിൻ്റെയും പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഒപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഓവുലേഷൻ നടക്കുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിലും ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാൻ ചാൻസ് ഇല്ല. ഫോളിക്കിൾ ചിലപ്പോൾ വളർന്നു പോകും, അത് ക്വാളിറ്റി ഉണ്ടായിട്ട് വളർന്നു പോകുന്നതായിരിക്കില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് എടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല. ഞാൻ ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എന്തെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഷുഗർ ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയിട്ടാണ്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും ഷുഗർ ലെവൽ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ശരീരത്തിൽ ഉണ്ടാകുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ആ പറഞ്ഞ ഹോർമോൺസിന്റെ ഒക്കെ പ്രവർത്തനത്തിന് ഇത് അഫക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ മസിൽസ്, ലിവർ തുടങ്ങിയ അവയവങ്ങളിലോട്ട് എത്തിച്ച് അത് എനർജിയായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് PCOD അല്ലെങ്കിൽ ഒബിസിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസോ ഒക്കെ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഇൻസുലിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണ ശക്തി കുറയ്ക്കുന്നതിനും ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിനും കാരണമാകുന്നു. നമ്മുടെ അണ്ഡാശയത്തിൽ ഇൻസുലിന്റെ റിസപ്റ്ററുകൾ ഉള്ളതിനാൽ ഈ അധിക ഇൻസുലിൻ അണ്ഡാശയത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ആൻഡ്രോജൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും നമ്മളിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതിനും സിസ്റ്റ് ഫോം ചെയ്യുന്നതിനുമൊക്കെ അത് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ ഒരുപാട് ഇൻസുലിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. PCOD ഉള്ള ആളുകളാണെങ്കിലും ഒബിസിറ്റി ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് ഇത്തരത്തിൽ ഇൻസുലിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ആ മാസത്തെ ഓവുലേഷനെ ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇൻസുലിന്റെ ലെവലിനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ട്രാൻസ് ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ. നമ്മുടെ പാക്കറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത്. ചിപ്സ് ആണെങ്കിലും പോപ്കോൺ ആണെങ്കിലും ഫ്രൈഡ് ഫുഡ് ആണെങ്കിലും ഇൻസുലിൻ അതുപോലെ ഇൻഫ്ലമേഷനും ശരീരത്തിലെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഡാമേജ് ആയി പോകുന്നതിനുള്ള ഒരു സിറ്റുവേഷൻസും ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. ഒപ്പം പുരുഷന്മാർക്കാണെങ്കിൽ അത് ഹെൽത്തി സ്പേമിന്റെ കൗണ്ട് കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള പാക്കറ്റിൽ വരുന്ന ഐറ്റംസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ പാക്കറ്റിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു കടയിൽ പോയി നോക്കി ആ ഒരു പാൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തോരം ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണയിലിട്ട് തന്നെയാണ് അവർ പിന്നെയും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരീരത്തിന് നല്ലതല്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതും മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കും കേട്ടോ. അതുപോലെ തന്നെ ഷുഗർ ലെവൽ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന നമ്മളിപ്പോൾ മധുര പലഹാരങ്ങളാണെങ്കിലും അതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. ഒപ്പം മൈദയിൽ കുക്ക് ചെയ്തെടുക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാകും. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും ഇപ്പോൾ മൈദയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ കഴിക്കുന്ന ബ്രെഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ സോഫ്റ്റ് കേക്ക് ആണെങ്കിലും അങ്ങനെ പലതും കുക്ക് ചെയ്തെടുക്കുന്നത് ഈ മൈദയിലാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ചില ആളുകൾ ബ്രെഡ് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്. ബ്രെഡ് ഇപ്പോൾ സാൻഡ്വിച്ച് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇതും നമ്മൾ ഈ മൈദയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ബ്രെഡ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തരുന്നില്ല. നേരെ മറിച്ച് പ്യുവർ ആയിട്ടുള്ള വീറ്റ് ഫ്ലോറിലാണ് ഈ ബ്രെഡ് ഉണ്ടാക്കി എടുത്തതെങ്കിൽ അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള കേക്ക് ആണെങ്കിലും പേസ്ട്രീസ് ആണെങ്കിലും ബർഗർ, പിസ്സ, ഡോണറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് നിങ്ങൾ കഴിവതും കുറയ്ക്കുക. അതും നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാമാണ് ആദ്യത്തെ 2 കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്താണ്.
എപ്പോഴും ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം മാത്രം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ആ കുടിവെള്ളം നല്ലതുപോലെ ബോയിൽ ചെയ്തെടുത്തിട്ട് നല്ലപോലെ വെട്ടിത്തിളക്കാന്ന് പറയില്ലേ, ആ രീതിക്ക് തിളപ്പിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പച്ചവെള്ളം പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ടോക്സിൻസും കെമിക്കൽസും ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വെള്ളം നല്ലതുപോലെ ബോയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് നിങ്ങൾ സോഡ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മളിപ്പോൾ 7up ആണെങ്കിൽ സ്പ്രൈറ്റ്, അതുപോലെ മൗണ്ടൻ ഡ്യൂ, ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രിങ്ക്സ് ഉണ്ട്. എനർജി ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് മധുരം നമ്മുടെ ശരീരത്തിൽ കൂടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കാരണമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക കേട്ടോ. ഇപ്പോൾ പ്ലെയിൻ സോഡ ആണെങ്കിലും ചില ആളുകൾ ഹെൽത്തി ആയിട്ടുള്ള രീതിക്കും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ലൈം സോഡ കുടിക്കുന്നവരുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷനിലോട്ട് അടുത്തിരിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ. അടുത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് മുളപ്പിച്ചിട്ടുള്ള വസ്തുക്കളാണ്. ശരിക്കും മുള വന്നിട്ടുള്ള വസ്തുക്കൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിക്കല്ല എടുക്കുന്നതെങ്കിൽ ഇതേ സഹായങ്ങളുടെ ഇരട്ടിയായിരിക്കും നമുക്ക് സൈഡ് എഫക്ട്സ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ മുളപ്പിച്ചിട്ട് പയറൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വേവിച്ചിട്ട് കൃത്യം സമയത്തിനുള്ളിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലവർ മുളപ്പിച്ചിട്ടുള്ളത് വേവിക്കാതെ ഉപയോഗിക്കുന്നവരുണ്ട്. ചിലവർ ഒരുപാട് നേരം വരെ വെച്ചിട്ട് പിന്നെ വേവിച്ച് കഴിക്കുന്നവരുണ്ട്. ഒരുപാട് നേരം നമ്മൾ വെക്കുന്ന സമയത്ത് ഇതുപോലെ ബാക്ടീരിയാസ് ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ വേവിക്കാതെ കഴിച്ചാലും ഗുണത്തെക്കാളും ഉപരി ദോഷം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ മുളപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് മുള വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് പ്രോപ്പറായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. നമ്മളിത് കൃത്യമായിട്ടുള്ള രീതിക്കല്ല ഉപയോഗിക്കുന്നതെങ്കിൽ മിസ്കാരേജോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതിനോ അത് കാരണമാകുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് പാലും മുട്ടയും കഴിക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുൾസൈ പോലുള്ള കാര്യങ്ങൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് എടുക്കുമ്പോഴും കൃത്യം സമയം എടുത്തിട്ട് അതിൻ്റെ ഉള്ളൊക്കെ കൃത്യമായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് സീ ഫുഡ് ആണെങ്കിലും ശരി, എഗ്ഗ് ആണെങ്കിലും ശരി, അതുപോലെ ഇപ്പം മീറ്റ് ആണെങ്കിലും അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ബാക്ടീരിയ ഫോർമേഷൻ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം പാലാണെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല ആളുകൾ ഇപ്പോൾ ഡയറിയിൽ നിന്ന് പാല് മേടിച്ചു വരുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരൊക്കെ പാല് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിലും ബാക്ടീരിയാസ് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഷേക്ക് അടിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ആ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പച്ചപ്പാല് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ കഴിവതും ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഫി കണ്ടന്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കഫൈൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എത്തുന്നത് ഫെർട്ടിലിറ്റി റേറ്റ് കുറയ്ക്കാൻ കാരണമാകുന്നുവെന്ന് ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ ഉന്മേഷത്തിന് വേണ്ടിയിട്ട് കോഫി ഉപയോഗിക്കുന്നവരുണ്ട്. രാവിലെ ഒരു ചായയോ ഒരു കോഫിയോ കുടിക്കാതെ ആ ഒരു ഡേ ഫുള്ള് കുടിക്കാത്തവർക്ക് ഡൗൺ ആയി പോകുന്ന ഒരുപാട് പേരുണ്ട്. തലവേദന ഉണ്ടാവുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും കോഫിക്ക് അഡിക്റ്റ് ആണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഫി ഒട്ടും തന്നെ ഉപയോഗിക്കരുതെന്നല്ല, ഒരു ദിവസം 2 കപ്പിനേക്കാളും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആ കപ്പ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ കപ്പൊന്നും അല്ല കേട്ടോ. ഒരു 150 ml ഒക്കെ നമ്മൾ ഉപയോഗിച്ചോന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. പക്ഷെ അതിനേക്കാളും കൂടുതലൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുന്നത്. ചിലവർ രാവിലെ ഒരു ചായ കുടിക്കും, 10 മണിയാകുമ്പോൾ പിന്നെയും ചായ കുടിക്കും, 3 മണിക്ക് പിന്നെയും കുടിക്കും, 6 മണിക്ക് പിന്നെയും കുടിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ആ ശീലമൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, പാലും മുട്ടയും ഒക്കെ ആണെങ്കിലും അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് എടുക്കുക. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഒന്നും കഴിക്കാതിരിക്കുക കേട്ടോ. ഏത് ഭക്ഷ്യവസ്തു ആണെങ്കിലും അത് അളവിൽ കൂടുതൽ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്ട്സും ഒന്നിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.